ഹലോ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് 3ാം ക്ലാസ്സിൽ EVSൽ പുതിയ യൂണിറ്റാണ് എടുത്തത്. ദ എർത്ത് ബി ഇൻഹാബിറ്റ്, നാം വസിക്കുന്ന ഭൂമി. നമുക്കൊന്ന് നോക്കാം. ഇയേഴ്സ് എഗോ ദർ വാസ് എ ക്യാപ്റ്റൻ നെയ്മഡ് മെഗല്ലൻ. വളരെ പണ്ട് മെഗല്ലൻ എന്നു പേരായ ഒരു ക്യാപ്റ്റൻ, കപ്പലിൻ്റെ ക്യാപ്റ്റൻ, കപ്പിത്താൻ ഉണ്ടായിരുന്നു. He left his country on a yacht പായക്കപ്പൽ. അയാളുടെ രാജ്യത്ത് നിന്നും ഒരു യാക്റ്റിൽ യാത്ര ആരംഭിച്ചു. എന്തിനാണ്? ലോകം ചുറ്റിക്കറങ്ങാൻ. ടു ട്രാവൽ ആൾ ഓവർ ദ വേൾഡ്. They did not have many facilities as we have today. ഇന്ന് നമ്മൾക്കുള്ളതുപോലെയുള്ള ഫെസിലിറ്റീസ്, സൗകര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഡേയ്സ്, മന്ത്സ് ആൻഡ് ഇയേഴ്സ് പാസ്ഡ്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഹി വെന്റ് അഹെഡ്. അദ്ദേഹം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ സെവറൽ ഇയേഴ്സ്, കുറേ വർഷം യാത്ര ചെയ്ത്, ദ ക്യാപ്റ്റൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഫൗണ്ട് ദംസെൽവ്സ് ഓൺ ദെയർ ഓൺ ലാൻഡ്. കുറേ വർഷങ്ങൾക്ക് യാത്രയ്ക്ക് ശേഷം ക്യാപ്റ്റനും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും എവിടെയാണ് എത്തിച്ചേർന്നത്? അവർ യാത്ര തുടങ്ങിയ അവരുടെ നാട്ടിൽ തന്നെ. വാട്ട് എ സർപ്രൈസ്! ഓൺ റീച്ചിങ് ഹിസ് കൺട്രി ഹി ടോൾഡ് ഹിസ് പീപ്പിൾ. അങ്ങോട്ട് രാജ്യത്തെത്തിയപ്പോൾ അദ്ദേഹം അവിടുത്തെ ആളുകളോട് പറഞ്ഞു, ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട്. ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, നമ്മുടെ എർത്ത്, നമ്മുടെ ഭൂമി ഉരുണ്ടതാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ദ എർത്ത് ഈസ് റൗണ്ട് ദാറ്റ് ഐ കുഡ് കം ബാക്ക് ഹിയർ. ഭൂമി ഉരുണ്ടതായത് കൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ തിരിച്ചെത്തിയത്. ഈസ് ഹി റൈറ്റ് ഫ്രണ്ട്സ്? ഇത് ശരിയാണോ? നമ്മുടെ എർത്ത് റൗണ്ടാണോ? റൗണ്ട് ഇൻ ഷേപ്പ്, ഉരുണ്ടതാണോ? ഐഡൻറ്റിഫൈയിങ് ഷേപ്പ്, ആകൃതി തിരിച്ചറിയാം. ക്യാൻ യു ഡ്രോ ദ ഷേപ്പ് ഓഫ് യുവർ സ്കൂൾ ബിൽഡിംഗ് സിറ്റിംഗ് ഇൻ യുവർ ക്ലാസ് റൂം? എന്താണ് നമ്മളോട്, ഈ എർത്തിന് റൗണ്ട് ഷേപ്പ് തന്നെയാണോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? നമ്മൾ കാണുന്ന സ്ഥലമെല്ലാം പരന്നു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ആകൃതി തിരിച്ചറിയുക എന്നുള്ള ഈ പ്രവർത്തനത്തിലൂടെ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഐഡൻറ്റിഫൈയിങ് ഷേപ്പ്. Can you draw the shape of your school building sitting in your classroom? Try. നമ്മുടെ ക്ലാസ് റൂം മുറിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ മൊത്തം ഷേപ്പ് നമുക്ക് വരയ്ക്കാൻ കഴിയുമോ? ഇഫ് നോട്ട്, കം ഔട്ട് ടു ദ വരാന്ത ആൻഡ് ഹാവ് എ ലുക്ക്. ക്ലാസ്സിൻ്റെ ഉള്ളിലിരുന്ന് പറ്റുന്നില്ലെങ്കിൽ വരാന്തയിലേക്ക് വന്നിട്ട് ഒന്ന് നോക്കൂ. Can you now see the shape of the entire school building? നിങ്ങളുടെ ക്ലാസ് മുറിയുടെ മുന്നിലുള്ള വരാന്തയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നിങ്ങളുടെ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ മുഴുവൻ ഷേപ്പും കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? കാരണം നമ്മൾ നിൽക്കുന്ന ആ ബിൽഡിങ്ങിനെ കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ, ആ വരാന്തയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സുള്ള ആ ബിൽഡിംഗ് നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലേ? മുന്നിലുള്ളത് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഹൗ ഇസ് ഇറ്റ് വെൻ യു ഗിവ് എ ലുക്ക് അറ്റ് യുവർ സ്കൂൾ ഫ്രം ദ സ്കൂൾ ഗ്രൗണ്ട്? സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പോയി നിന്നാൽ നിങ്ങൾക്ക് കെട്ടിടത്തിൻ്റെ ആകൃതി ശരിയായി കാണാൻ കഴിയുന്നുണ്ടോ? ഡോണ്ട് യു നൗ ഗെറ്റ് എ വ്യൂ ഓഫ് ദ ഹോൾ ബിൽഡിംഗ്? ഇപ്പോൾ നിങ്ങൾക്ക് കെട്ടിടത്തിൻ്റെ ഒരു മുഴുവൻ ആകൃതി കാണാൻ കഴിയുന്നില്ലേ? സിമിലർലി വി കനോട്ട് ഐഡൻറ്റിഫൈ ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഇഫ് വി ആർ ഓൺ ഇറ്റ്. അതായത് നമ്മുടെ സ്കൂളിൽ നിൽക്കുമ്പോൾ, ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ സ്കൂൾ ബിൽഡിംഗ് ഏകദേശമൊക്കെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ കുറച്ച് മേലേക്ക് നിൽക്കണം അല്ലേ? ഒരു ഉയരമുള്ള സ്ഥലത്ത് നിന്നാലാണ് നമ്മുടെ സ്കൂളിനെ നമുക്ക് ശരിയായിട്ട് കാണാൻ കഴിയുക. സ്കൂൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും പുറത്തു പോകണം നമ്മൾ അല്ലേ? അതേപോലെ തന്നെ സിമിലർലി വി കനോട്ട് ഐഡൻറ്റിഫൈ ദ ഷേപ്പ് ഓഫ് ദ എർത്ത്
if we are on it. അപ്പം നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾക്ക് ഇത്രയും വലിയൊരു ഭൂമിയാണ് അല്ലേ, ഈ ഭൂമിയെ കാണാൻ കഴിയില്ല. വളരെ കുറച്ച് ഭാഗമേ നമുക്ക് ഒറ്റ നോട്ടത്തിലോ അല്ലെങ്കിൽ എങ്ങനെ കുറച്ച് എവിടെയെങ്കിലും ഉയർത്തി നിന്നാലോ ഒക്കെ കാണാൻ കഴിയുള്ളൂ. നമ്മുടെ ഭൂമിയെ മൊത്തത്തിൽ കാണണമെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? Then how could we identify the shape of the earth? പിന്നെ എങ്ങനെയാണ് നമ്മൾ ഭൂമിയുടെ ആകൃതി മനസ്സിലാക്കുക? Friends, haven't you seen the picture of the earth? നിങ്ങൾ ഈ ഭൂമിയുടെ ചിത്രം കണ്ടിട്ടില്ലേ? The picture of the earth photographed from the distant sky is given below. Distant sky, ഭൂമിയിൽ നിന്നും കുറേ ഉയരത്ത് ആകാശത്ത് നിന്നെടുത്ത ഭൂമിയുടെ ഫോട്ടോയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, ഭൂമിയുടെ ആകൃതി എങ്ങനെയാണ്? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയാണോ? അല്ല. എർത്ത് ഈസ് റൗണ്ട്. We identified the real shape of the earth with the help of this picture. അങ്ങനെ എടുത്ത ഈ പിക്ചർ കൊണ്ട് നമുക്ക് ഇപ്പോൾ ഭൂമിയുടെ ഷേപ്പ് നേരെ മനസ്സിലാക്കാൻ സാധിക്കും. Then we made a model as seen in the picture. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കി. To study the earth, ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ. And that is the globe. അതാണ് ഗ്ലോബ്. ഗ്ലോബ് ഈസ് എ മോഡൽ ഓഫ് എർത്ത്. ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഉണ്ടാക്കിയ മോഡലാണ് ഗ്ലോബ്. എ മോഡൽ ആസ് സീൻ ഇൻ ദ പിക്ചർ. വി മെയ്ഡ് എ മോഡൽ. നമ്മൾ ഉണ്ടാക്കിയത് ഈ പിക്ചറിൽ കാണുന്ന അതേപോലെയുള്ള ഒരു മോഡലാണ്. ടു സ്റ്റഡി ദ എർത്ത് ആൻഡ് ദാറ്റ് ഈസ് ദ ഗ്ലോബ്. ഗ്ലോബ് ഈസ് എ മോഡൽ ഓഫ് എർത്ത്. Look at the globe on the table. Haven't you identified the shape of the earth? ഇപ്പോൾ ഈ ഗ്ലോബ് നമുക്ക് കണ്ണിൻ്റെ മുന്നിൽ കാണാം, എർത്തിൻ്റെ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിലൂടെ എർത്തിൻ്റെ ഷേപ്പ് നമ്മൾ മനസ്സിലാക്കുക. ദ എർത്ത് ഈസ് റൗണ്ട്. എർത്തിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദ എർത്ത് ഈസ് റൗണ്ട്, ആൾമോസ്റ്റ് ലൈക്ക് എൻ ഓറഞ്ച്. നല്ലൊരു റൗണ്ട് അല്ല, ആൾമോസ്റ്റ് ലൈക്ക് എൻ ഓറഞ്ച്. ലൈക്ക് ദ എർത്ത്, ദ സൺ ആൻഡ് ദ മൂൺ ആർ ആൾസോ റൗണ്ട് ഇൻ ഷേപ്പ്. എർത്തിനെ പോലെ തന്നെ സണ്ണും മൂണും റൗണ്ട് ഇൻ ഷേപ്പ്. സൂര്യനും ചന്ദ്രനും ഭൂമിയും ഗോളാകൃതിയിലുള്ളവയാണ്. വാട്ട് ആർ ദ ഒബ്ജക്ട്സ് അറൗണ്ട് us that have the shape of the earth? നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളിൽ ഏതൊക്കെയാണ് ഭൂമിയെപ്പോലെ ഷേപ്പുള്ളത്? ഭൂമിയുടെ ആകൃതിയിലുള്ള വസ്തുക്കളെ നമുക്ക് കണ്ടെത്താം. എന്തൊക്കെയാണ് നമുക്കറിയാവുന്നത്? ഒന്നാമതായിട്ട് ഇപ്പോൾ പറഞ്ഞു മൂൺ, സൺ, പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗ്രഹങ്ങൾ. പിന്നെ ഐബോൾ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി, ഐബോൾ. ഗ്ലോബ്, ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, കുറേ ബോളുകളുണ്ട് അല്ലേ? ക്രിക്കറ്റ് ബോൾ, ഓറഞ്ച്, ലഡു, മാർബിൾസ്, ലൈം, ഇന്ത്യൻ ഗൂസ്ബെറി. ഇന്ത്യൻ ഗൂസ്ബെറി പറഞ്ഞാൽ എന്താണ്? നെല്ലിക്ക. ചെറി, ചിക്കു, ഇതെല്ലാം എന്താണ് ഷേപ്പ്? റൗണ്ട് ഇൻ ഷേപ്പ്. ഇനി അടുത്തതായിട്ട് വിച്ച് among those shown below have the shape similar to that of the earth? Put a tick against them. Football, ഗോലി, ലഡ്ഡു, ലൈം, ലൈം നാരങ്ങ, ഇന്ത്യൻ ഗൂസ്ബെറി നെല്ലിക്ക. ഇവയ്ക്കൊക്കെ നമ്മൾ ഒരു ടിക്ക് കൊടുക്കുക. ഡ്രോ ദ പിക്ചർ ഓഫ് ദ എർത്ത് ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഡയറി. ബ്യൂട്ടിഫൈ ഇറ്റ് ഒബ്സർവിങ് ദ ഗ്ലോബ്. ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പോലെ ഈ ഗ്ലോബ് നോക്കിയിട്ട് അതിനെ കളർ ചെയ്ത് മനോഹരമാക്കുക.